കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾക്കും കടുത്ത വിമർശനങ്ങൾക്ക് നടുവിലും ഇന്ത്യയെ മൂന്നാം ടി20 ലോക കിരീടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് കോച്ച് ഗൗതം ഗംഭീർ. ലോകകപ്പ് ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്ത് ഇന്ത്യ ചരിത്രം കുറിച്ചതിന് പിന്നാലെ കിരീടം തന്റെ മുൻഗാമികളായ രാഹുൽ ദ്രാവിഡിനും VVS ലക്ഷ്മണനും സമർപ്പിക്കുന്നുവെന്നാണ് ഗംഭീർ പറഞ്ഞത്. ഇന്ത്യൻ ടീമിനെ ഈ നിലയിൽ എത്തിച്ചതിന് രാഹുൽ ഭായിയോടും മികച്ച യുവനിരയെ വാർത്തെടുത്തതിന് ലക്ഷ്മണനോടും കടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഗംഭീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇന്നലെ മത്സരശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും മാധ്യമങ്ങളെ കാണുകയുണ്ടായിരുന്നു. ന്യൂസിലാൻഡിനോടും ദക്ഷിണാഫ്രിക്കയോടും ടെസ്റ്റ് പരമ്പരകൾ തോറ്റപ്പോൾ താനേറെ വിമർശിക്കപ്പെട്ടുവെന്നും അന്ന് തനിക്ക് ആത്മവിശ്വാസം നൽകിയത് ICC ചെയർമാൻ ജയ് ഷാ ആണെന്നും ഗംഭീർ വെളിപ്പെടുത്തി. തന്റെ കരിയറിലെ ഏറ്റവും മോശം സമയത്ത് ജയ്ഭായ് എന്നെ വിളിച്ചിരുന്നു. ആ പിന്തുണ വളരെ വലുതായിരുന്നു. അതുപോലെ ചീഫ് സെലക്ടർ അജിത് തകാൽക്കർ നൽകിയ പിന്തുണയ്ക്കും ഗംഭീർ നന്ദി പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ ആളുകളോടല്ല, ഡ്രസ്സിംഗ് റൂമിലെ ആ 30 പേരോടാണ് തനിക്ക് ഉത്തരവാദിത്തമുള്ളത് എന്നും ഗംഭീർ വ്യക്തമാക്കി. വ്യക്തിഗത നേട്ടങ്ങൾ ആഘോഷിക്കുന്നത് നിർത്തി ടീമിന്റെ വിജയങ്ങൾ ആഘോഷിക്കാനാണ് എല്ലായ്പ്പോഴും ശ്രമിച്ചത്. തന്നെപ്പോലെ തന്നെ തന്റെ ടീമിലെ എല്ലാ താരങ്ങളും ഈ ഒരു കാര്യം മുൻനിർത്തി കളിക്കുമ്പോൾ ലോകകപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് ഈസിയായി നേടിയെടുക്കാനായി സാധിക്കുമെന്നും ഗംഭീർ പറഞ്ഞു. ശേഷം ഓരോ താരങ്ങളുടെ പ്രകടനത്തെപ്പറ്റി വിലയിരുത്തിയപ്പോൾ സാംസന്റെ പ്രകടനത്തെ അഭിനന്ദിക്കാനും ഗംഭീർ മറന്നില്ല. ടൂർണമെന്റിന്റെ പാതി വഴിയിൽ മാത്രമാണ് സഞ്ജു ടീമിനൊപ്പം ചേർന്നത്. അവനിൽ ഏൽപ്പിച്ച കർത്തവ്യം എന്താണെന്ന് ഭംഗിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ മത്സരത്തിലും ഇന്ത്യക്ക് വേണ്ടി അവൻ കളിച്ചു. 90കളിൽ എത്തി നിൽക്കുമ്പോൾ സെഞ്ചുറി അടിക്കാനുള്ള പല താരങ്ങളുടെയും താൽപര്യത്തെ മറികടന്നുകൊണ്ട് ഇവിടെ ടീം സ്കോറിങ്ങിന് അവൻ പ്രാധാന്യം നൽകിയെന്ന് 3 ഇന്നിംഗ്സുകളിലും കാണാനായി സാധിക്കും. ഇത്തരം താരങ്ങളെയാണ് ടീമിന് ആവശ്യമെന്നാണ് ഗംഭീർ പറഞ്ഞത്. സമാനമായ രീതിയിൽ തന്നെ സഞ്ജുവിന്റെ പ്രകടനത്തിൽ ഏറെ സന്തോഷവാനാണെന്നും ഹാർഡ് വർക്കിന് എന്നാണെങ്കിലും ഒരു ഫലം നൽകുമെന്നുമാണ് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പറഞ്ഞത്. തീർച്ചയായിട്ടും മലയാളി ക്രിക്കറ്റ് ആരാധകർക്കുൾപ്പെടെ അഭിമാനിക്കാവുന്ന വക തന്നെയാണ് സഞ്ജു സാംസൺ ലോകകപ്പ് താരമായി മാറി ക്രിക്കറ്റ് ആരാധകർക്ക് സമ്മാനിച്ചിരിക്കുന്നത്.